ആവിയിൽ വേവിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇവിടെ ശർക്കര പാനി റെഡിയാക്കിയിട്ടുണ്ട്, അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് അവിൽ ചേർത്തിട്ടുണ്ട്. വെളുത്ത മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 4 ഏലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി അണ്ടിപ്പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഏകദേശം 12 എണ്ണമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂട്ടൊരൽപ്പം കട്ടയായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഏകദേശം പകുതിയോളം ചേർത്തിരുന്നു. അതിനുശേഷം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അവിലും റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് ആ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. കൂട്ട് നോക്കൂ, ഒരല്പം കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലത്തെ പേപ്പർ കപ്സിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ പാത്രം വേണമെങ്കിലും എടുക്കാം. സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യ് തടവി എടുത്തതിന് ശേഷം അതിലേക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം. കൂട്ടുക ഈ ഒരു പാകത്തിന് കട്ടിയായിട്ടാണ് വേണ്ടത്. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പും കൂടെ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ വെള്ളം ഒഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. പേപ്പർ കപ്സ് ആയതുകൊണ്ട് ഞാനിവിടെ പൊട്ടിച്ചാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ കപ്പാണെങ്കിൽ നമ്മൾ ആ ഒരു അരികുകളൊക്കെ നന്നായിട്ട് വിടിയിച്ച് കയ്യിലേക്ക് തട്ടുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഡീമോൾഡായി കിട്ടിക്കോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.